ഗൗതമൻ ബുദ്ധനായി തീർന്നത് ഈ ബോധോദയം നേടിയതിലൂടെയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അത് നേടിയ ഒരു ദിവസവും കൂടിയാണ് ഈ വൈശാഖ മാസത്തിലെ പൗർണമി എന്ന് നമുക്കറിയാം. അപ്പോൾ ആർക്കും ബുദ്ധനായി മാറാം. എല്ലാവരും ബുദ്ധന്മാരായി മാറുന്ന അല്ലെങ്കിൽ ബുദ്ധകളായി പ്രബുദ്ധകളായി മാറുന്ന ആ ഒരു പ്രത്യേക അവസ്ഥയെക്കുറിച്ചാണ് ബുദ്ധൻ തൻ്റെ സുവിശേഷത്തിലൂടെ പറഞ്ഞത്. ആർക്കും ബുദ്ധനായി മാറാം. ജാതിയുടെയോ ലിംഗത്തിൻ്റെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വേർതിരിവുകളും നിലനിൽക്കാത്ത തരത്തിൽ എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും തുല്യരാണ്, എല്ലാവർക്കും സംഘത്തിലേക്ക് എല്ലാവരുടെയും പ്രാതിനിധ്യം അത് തുല്യമായിട്ട് അംഗീകരിക്കുക, എല്ലാവർക്കും അംഗമാകാൻ കഴിയുന്ന, ഇഴചേരാൻ കഴിയുന്ന ഒരു വലിയ വിശ്വസമുദായമായി തന്നെ സംഘത്തെ വിഭാവനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആർക്കും ബുദ്ധനായി മാറാൻ കഴിയും. അപ്പോൾ ബോധോദയം പ്രാപിക്കുക നൈതികമായ ചിന്തയിലൂടെ, അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ആർക്കും ബുദ്ധനായി മാറാം. അതിനാണ് ബുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബുദ്ധപദം പ്രാപിച്ച ഒരു ശാക്യവംശജനായ ഒരു മുനിയാണ് ഈ നമ്മൾ പറയുന്ന സിദ്ധാർത്ഥ ഗൗതമൻ എന്ന് പറയുന്ന നമ്മുടെ ശാക്യമുനി ബുദ്ധൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗൗതമൻ എന്ന പേര് സിദ്ധാർത്ഥൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് കൊടുത്ത ആ പേര്. ശുദ്ധോദനൻ എന്ന് പറയുന്ന ശാക്യവംശത്തിലെ ഒരു മൂപ്പനായിരുന്നു. നമ്മുടെ ചേരമൂപ്പന്മാരെ പോലെ ഒരു മൂപ്പനായിരുന്നു, ഒരു രാജാവ് പദവി എന്ന് പറയാം. അതിൻ്റെ ഒരു നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹം കൊടുത്ത പേരാണ് ഈ സിദ്ധാർത്ഥൻ. അതേസമയം അദ്ദേഹത്തിൻ്റെ മാതാവ് ഞാൻ പറഞ്ഞു മായാദേവി, മഹാമായ. നമ്മളിപ്പോൾ എല്ലാ അമ്പലങ്ങളിലും വിളിക്കുന്നതാണ് അമ്മേ മഹാമായേ. ആരാണ് ഈ അമ്മ? ബുദ്ധൻ്റെ മാതാവാണ്. ആ മഹാമായയാണ് നാം അമ്മയെ മഹാമായ എന്നാണ് വിളിക്കുന്നത്. അവിടെ ദുർഗയായിരിക്കാം, ഇപ്പോഴത്തെ രീതിയിൽ കാളിയായിരിക്കാം, വലിയ ഉഗ്രശക്തിയുള്ള മൂർത്തികളൊക്കെ ആയിരിക്കാം അവിടെ ഇരിക്കുന്നത്. പക്ഷേ ഭക്തർ ഇപ്പോഴും വിളിക്കുന്നത്, അറിഞ്ഞോ അറിയാതെ വിളിക്കുന്നത് അമ്മേ മഹാമായേ എന്നാണ്. ആരാണ് ഈ മഹാമായ? ബുദ്ധൻ്റെ, ശാക്യമുനിയായ ബുദ്ധൻ്റെ കോലിയ വംശജയായിട്ടുള്ള മാതാവാണ് ഈ പറയുന്ന മഹാമായ, അല്ലെങ്കിൽ മായാദേവി. മായമ്മ എന്നും വിളിക്കുന്നു, മായയക്ഷി എന്നും വിളിക്കുന്നു, മായയക്ഷി, മായമ്മ എന്നൊക്കെ വിളിക്കുന്നത് ബുദ്ധൻ്റെ ആ ബുദ്ധ പാരമ്പര്യത്തിലാണ്. നാം കേരളത്തിൻ്റെ അടിസ്ഥാന പാരമ്പര്യത്തിലാണ് ബുദ്ധിസം കിടക്കുന്നത്. ഭാഷയിൽ, സംസ്കാരധാരകളിൽ കിടക്കുകയാണ്. അപ്പോൾ മാതാവ് അദ്ദേഹത്തെ പ്രസവിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ പറയുന്ന വൈശാഖത്തിലെ പൗർണമി നാളിൽ അദ്ദേഹത്തിൻ്റെ ആ ജനനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ